ഓഹരി വിപണിയിൽ ട്രേഡിംഗ് പഠിക്കാൻ സീരിയസ് ആയിട്ട് ശ്രമിക്കുന്ന ആൾക്ക് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് തന്നെ 5-6 മാസങ്ങൾ കൊണ്ട് മികച്ച ഓഹരികൾ കണ്ടെത്തി വാങ്ങാനുള്ള അറിവ് നേടാൻ കഴിയും. പക്ഷെ പിന്നെയും വർഷങ്ങളെടുക്കും അവർക്ക് ഓഹരി വിപണിയിൽ നിന്ന് കാര്യമായ ഒരു റിട്ടേൺ നേടാനായിട്ട്. എന്താണ് അതിനുള്ള കാരണം? അതോടൊപ്പം എങ്ങനെയാണ് ആ വലിയ റിട്ടേൺ നേടുന്ന തലത്തിലേക്ക് എത്താം എന്ന് നമുക്ക് നോക്കാം. ഒരു തുടക്കക്കാരനിൽ നിന്ന് വലിയ റിട്ടേൺ ഒക്കെ ഉണ്ടാക്കുന്ന ട്രേഡറിലേക്ക് എത്തുന്ന ഘട്ടത്തെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ ഉള്ള ട്രേഡർമാര് ഒരു ഓഹരി വാങ്ങിയിട്ട് വില താഴേക്ക് പോവുകയാണെങ്കിൽ വിൽക്കാതെ ആ ഓഹരി ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഒന്നെങ്കിൽ വില വീണ്ടും താണ് വലിയ ലോസ് ഉണ്ടാകുമ്പോൾ വിൽക്കും, അല്ലെങ്കിൽ വാങ്ങിയ വിലയുടെ തൊട്ട് മുകളിൽ എത്തിയ ഉടനെ വിൽക്കും. സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിലുള്ള ട്രേഡർമാർ വലിയ ലോസിലായിരിക്കും ഉണ്ടാകുന്നത്. ഇനി 1-2 വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ് വലിയ ലോസ് ഒക്കെ കാരണം ട്രേഡിംഗ് ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ എക്സ്പീരിയൻസും പിന്നെ റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് കുറച്ച് അറിവുകളും ഒക്കെ നേടിക്കഴിയുമ്പോൾ ഈ ട്രേഡർ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തും. അപ്പോൾ ഇയാള് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉപയോഗിച്ച് ബൈയിങ് പ്രൈസിന് ഒരു 4-5% ഒക്കെ താഴെ വരുമ്പോൾ ഓഹരികൾ വിറ്റ് വലിയ നഷ്ടങ്ങളൊന്നും വരുത്താതെ മുന്നോട്ട് പോകാനുള്ള കഴിവ് നേടിയിട്ടുണ്ടാവും. പക്ഷേ ഈ രണ്ടാം ഘട്ടത്തിലും ഈ ട്രേഡർക്ക് ഒരു കുഴപ്പമുണ്ട്. അയാൾ പ്രോഫിറ്റ് ഒരു 10% ഒക്കെ കണ്ടാൽ വേഗത്തിൽ അത് സെല്ല് ചെയ്യും. അയാൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോസ് വരുമ്പോൾ 5% താഴെ നിർത്തുകയും പ്രോഫിറ്റ് കിട്ടുന്ന ഓഹരികളിൽ നിന്നും 10%-അടുത്തൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് വഴി അയാൾക്ക് ലാഭകരമായി ട്രേഡ് ചെയ്യാൻ കഴിയും. എങ്കിലും ഈ ഘട്ടത്തിൽ ട്രേഡർമാർക്ക് മാക്സിമം ഒരു വർഷത്തിൽ 15% താഴെ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. അതിൽ ചിലരൊക്കെ ഓവർ ട്രേഡ് ചെയ്യുന്നത് മൂലം ലോസ് വരുത്തുന്നതിനാൽ ഈ ഘട്ടത്തിലൂടെ വർഷങ്ങളോളം പോകാനും സാധ്യതയുണ്ട്. ഇനിയാണ് 3-ാം ഘട്ടം. ട്രേഡർ ഈ ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും ലോസ് ഒരു 3 അല്ലെങ്കിൽ 5% താഴെ തന്നെ നിലനിർത്തുന്ന തലത്തിൽ ഡിസിപ്ലിൻഡ് ആയി മാറിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ആയിട്ട് പോകുന്ന ഓഹരികൾ 100%-ഓ 200%-ഓ ചിലപ്പോൾ അതിൽ കൂടുതലോ ഒക്കെ ഉണ്ടാക്കിയാൽ തന്നെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അയാൾക്കുണ്ടായിരിക്കും. ഒരു ഓഹരി എന്ത് കാരണങ്ങൾ കൊണ്ട് സെല്ല് ചെയ്യണം എന്നുള്ള ഒരു റൂള് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് മാത്രമേ അയാൾ സെല്ല് ചെയ്യുകയുള്ളൂ. ഈ ഘട്ടത്തിൽ എത്തുന്ന ട്രേഡർമാരാണ് ഓഹരി വിപണിയിൽ നിന്ന് വലിയ റിട്ടേണുകൾ ഉണ്ടാക്കുന്നത്. ബുള്ളിഷ് ആയിട്ടുള്ള വർഷങ്ങളിൽ ഈ ഒരു 50%-ന് മുകളിലൊക്കെ റിട്ടേൺ ഇത്തരത്തിലുള്ള ട്രേഡർമാർ ഉണ്ടാക്കാറുണ്ട്. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ രീതിയിലാണ് ഓഹരി വിപണിയിൽ നിന്ന് വലിയ റിട്ടേണുകൾ ഉണ്ടാക്കേണ്ടത്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.